Good morning. Prayer പറഞ്ഞോട്ടോ. Lord Jesus, please bless every student and teacher present in this online class. Grant us open hearts and clear minds so that we can understand the lessons that are presented to us. Amen. Okay ടാ. സിമ്പിൾ ആയിട്ട് നന്നായിരുന്നു കേട്ടോ. സൈനിങ് ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. സൈനിങ് തോട്ട് ഓഫ് ദ ഡേ. ഒരു തോട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കണോ അത് വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. പറഞ്ഞോടാ. വേറെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര മടിയാൻ തോന്നുന്നു. പറഞ്ഞോ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടോ തോട്ട്? ഓക്കെ, പ്രിയ തന്നെ പറഞ്ഞോ. എന്റെ പേര് ടെസീന്നാണ്. പ്രിയ എന്റെ മോളുടെ പേരാണ് കേട്ടോ. ഓക്കേടാ, പറഞ്ഞോടാ. Life and time are the world's best teacher. Life teaches us to make good use of time, and time teaches us the value of life. Thank you. ശരിയല്ലേ? നമ്മുടെ ലൈഫും ടൈമും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടീച്ചേഴ്സ് ആണെന്ന് പറയുന്നു അല്ലെ, ഗൈഡുകളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാം. ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിലെ ടൈം കൂടുതലായിട്ട് എന്ത് ചെയ്യാം, സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്റെ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ് അല്ലെ. ഞാൻ റിപ്പീറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നെയായിരുന്നു. ഈ ക്ലാസ്സിൽ ഞാൻ വരാൻ കാരണം ടൈം ടേബിൾ അനുസരിച്ച് എനിക്ക് ഇന്നാണ് ക്ലാസ്. ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് അടുത്ത ട്യൂസ്ഡേ മുതലായിരിക്കും ഞാൻ ഉണ്ടാവുക ക്ലാസ്സിൽ. ഓക്കെ, ബാക്കി ടീച്ചേഴ്സ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിന്റെ പേര് കോമൺ ചൈൽഡ് ഡിസീസ് എന്നായിരുന്നു. എന്തുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും ഡിസീസുകൾ വരുന്നത്, അസുഖങ്ങൾ വരുന്നത്? ഇമ്മ്യൂണിറ്റി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ കാരണം. ഓക്കെ, അപ്പോ കുട്ടികളാണ് കൂടുതലായിട്ട് എന്താ പറയാ, പ്രകൃതിയോടും എൻവയോൺമെന്റിനോടൊക്കെ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. സോ നമ്മുടെ എൻവയോൺമെന്റിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, വൈറസ് ആവാം, എന്തോ ആവാം. അപ്പൊ ഇതിന്റെ എല്ലാം ഇത് കാരണം മെയിൻലി ഗീതു മ്യൂട്ട് ആയിക്കോടാം. അപ്പൊ കാരണം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അസുഖങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടേജിയസ് ആൻഡ് ഇൻഫെക്ഷൻ. രണ്ട് അസുഖങ്ങൾ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ഡിസീസുകൾ ഉണ്ട്. ഫുഡ്, വാട്ടർ, എയർ മൂലം സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ ഡിസീസ് ആണ് ഡിസ്കസ് ചെയ്യുക. ഇൻഫെക്ഷൻ ഡിസീസ് എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, എന്നാലും ഓരോന്നൊന്നും കൂടി പറയാം. ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. നമ്മൾ മലിനമായ ഫുഡ് കഴിക്കുന്നത് മൂലം നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടുള്ള ഫുഡ്, ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? അവർക്ക് അസുഖങ്ങൾ വരാറുണ്ട്. നമ്മളത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ അത്രയും കെയർ ആയിട്ട് വേണം കുട്ടികൾക്ക് എന്ത് കൊടുക്കാനായിട്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട്. കൺസ്യൂമിങ് ഫുഡ് which are affected by frogs or and other insects in the reason for various disease and infections. ഇങ്ങനെ വരുന്ന ഈ ഇൻസെക്ട്സുകൾ, ഈച്ച അങ്ങനെയൊക്കെ വന്നിരുന്ന് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരും. കോളറയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. Fly is a major carrier of infections. ഈച്ചകളാണ് മെയിൻ ആയിട്ടുള്ള കാരിയേഴ്സ്. കാരണം അല്ലെങ്കിൽ നമുക്കറിയാം, ഈച്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ പോയിട്ടാണ് വന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ഫുഡ് ഐറ്റംസ് ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ വെക്കാനായിട്ട് നോക്കുക. പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ വെക്കാം. തുറന്ന് വെക്കാതിരിക്കുക. തുറന്ന് വെച്ച ഫുഡൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ,
നമ്മൾ കുറച്ച് പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ ഇതേപോലത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇനി എയർ ആണ്. എയറിലൂടെ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ എയറിൽ ഇപ്പൊ ഒരാൾ കഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും തൗസൻഡ്സ് ഓഫ് ജേംസ് ആണ് എന്ത് ചെയ്യുന്നത്, എയറിലേക്ക് സ്പ്രെഡ് ആകുന്നത്. അങ്ങനെ ആ ഒരു എയർ കൺസ്യൂം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്ക് ആ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമില് ഒരു കുട്ടിക്ക് ഭയങ്കര കഫ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് ഇരിക്കുന്ന കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലല്ലേ, കൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറാണ്. സോ ആ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റുക. ബാക്കി കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി, ഭയങ്കര കഫാണ്, അപ്പൊ മറ്റു കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ എയർ വഴി ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നോക്കാട്ടോ. എയർ ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള മെയിൻ മീഡിയം ആണ് എന്ത്, ഈ പറഞ്ഞ എയർ. When a patient coughs and sneezes, thousands of germs spread in the air. ഒരാൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ thousands of germs ആണ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയാം, ചുമക്കുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ കൈ ക്ലോസ് ചെയ്ത് ചുമക്കാനായിട്ട് ശ്രമിക്കുക, ഒരു കർച്ചീഫ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡ്രസ്സിലേക്ക് ഇങ്ങനെ ചുമക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ സാധാരണ ആൾക്കാർ ഇങ്ങനെ തുറന്ന് ചുമക്കുമ്പോഴാണ് ഈ ജാംസ് എന്ത് ചെയ്യുന്നത്, എയറിലേക്ക് കൂടുതലായിട്ട് പോകുന്നത്. നമ്മളത് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണമെന്ന് പറയാം. അപ്പൊ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കൈ ഉപയോഗിച്ചത്, കൈയോ കർച്ചീഫോ യൂസ് ചെയ്തത് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, thousands of germs spread in the air. ആയിരക്കണക്കിന് thousands of germs എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. They are carried through air and get into the body of the person having less immunity. അപ്പോ ഇത് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങളാകും. എന്നുവെച്ചാൽ ഈ ജേംസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക്, ഇപ്പൊ ഒരു കുട്ടിക്ക് വയ്യെങ്കിൽ അടുത്ത കുട്ടിക്കും കൂടെ അതേ സെയിം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, ഈ കുട്ടികളോട്, ഇപ്പൊ വയ്യാത്ത കുട്ടികളാണെങ്കിൽ പോലും കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട്, കർച്ചീഫ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഹാബിറ്റ് ആണ്. അത് യൂസ് ചെയ്യാൻ നമ്മൾ ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. നോക്കൂട്ടോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഒരാൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒത്തിരി ജേംസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു വായു ശ്വസിക്കുന്നത് മൂലം ഈ ബാക്കിയുള്ള കുട്ടികൾക്കും ഈ അസുഖം, ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ they are carried through airs and get into the body of the person having less immunity power. ആദ്യം അത് അഫക്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളായിരിക്കും ആദ്യം അഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാം കുട്ടികൾക്കാണ് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവ്, അതുകൊണ്ട് അവരെ ആയിരിക്കും ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത്. ഇങ്ങനെ എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കഫ്. കഫ് അറിയാതെ ചുമയും, കോൾഡ്, മീസിൽസ്. മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് അറിയോ, കേട്ടിട്ടുണ്ടോ? മംസ് ആൻഡ് മീസിൽസ് ആണോ? മംസ് ആൻഡ് മീസിൽസ്, മംസ് ഇതല്ലേ, അഞ്ചാം പനിയാണ് കേട്ടോ, അഞ്ചാം പനി. നമുക്ക് മലയാളത്തിൽ മിക്ക അസുഖങ്ങളുടെയും പേരറിയാം, എഴുതി വെച്ചാൽ മതി. അഞ്ചാം പനി കേട്ടോ. സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് etc are the examples and spread out air. ഇതെല്ലാമാണ് എന്ത് വരുന്നത്, എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. ഓക്കെ, അപ്പൊ എയർ വഴി ഒത്തിരി അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്പേഴ്സ് ആണ്, നമുക്കറിയാം കൊറോണ. ഓക്കെ, MMR എന്ന് പറയുന്ന വാക്സിൻ എടുക്കും, MR എന്ന് പറയുന്ന വാക്സിൻ എടുക്കാറുണ്ട് മംസിനെതിരെ.
അഞ്ചാം പനിക്കെതിരെ. ഓക്കെ, അത് മാത്രമാണ് ഓർമ്മ എന്ന് തോന്നുന്നത്. അഞ്ചാം പനി എന്നാണ് ആ ഒരു അസുഖത്തിന്റെ പേര്. സ്മോൾ പോക്സും ട്യൂബർകുലോസിസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. നമുക്കറിയാം കൊറോണയും അതെ ഒരു എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പോ ഇനി അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബിസൈഡ് ഫ്ലൈ നമ്മൾ പറഞ്ഞു ഈച്ചകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അസുഖങ്ങൾ, കൂടാതെ മൊസ്കിറ്റോസ് കൊതുകുകൾ പരത്തുന്നില്ല ഒരുപാട് അസുഖങ്ങൾ. എന്തൊക്കെയാണത്? മലേറിയ, മലേറിയ, പ്ലേഗ്, മലേറിയ, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി. ഓക്കെ, എന്ത് വരുത്തുന്നു? കൊതുകുകൾ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. മറ്റ് ഇൻസെക്ട്സുകൾ, റാറ്റ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖം എന്താണ്? ഓക്കെ, ആൻഡ് അതർ ക്രീച്ചേഴ്സ് ലൈക്ക് പെറ്റ് ഡോഗ്. പെറ്റ് ഡോഗ് ഒക്കെ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം റാബിസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്ലേഗ്, പല അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അനിമൽസ് വഴി. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, കുട്ടികള് ഈ ജീവികളായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ കുറയ്ക്കാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, they are carried. Okay, നോക്കട്ടോ. Insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for carrying for infections. പക്ഷികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പക്ഷിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? കേട്ടിട്ടില്ലേ പക്ഷിപ്പനി? അത് പിന്നെ എന്താ നിപ്പയൊക്കെ എങ്ങനെയാണ്, പക്ഷികൾ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഇപ്പോ നല്ല സീസൺ ആണ് അല്ലെ, മാങ്ങയുടെ ഒക്കെ നല്ല സീസൺ അല്ലേ? എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, എല്ലാ ഏരിയയിലും പിന്നെ മാങ്ങയുടെ ഒക്കെ നല്ല സീസൺ ആണ്. കുട്ടികളോട് വാങ്ങിച്ചു ചെയ്യാം. കാരണവശാലും ഇപ്പോ പക്ഷികളൊക്കെ എന്താ പറയുക കഴിച്ചിട്ടുള്ള മാങ്ങകൾ എടുത്ത് കഴിക്കാതിരിക്കാം. കാരണം അതുവഴി വവ്വാലൊക്കെ ആണെങ്കിൽ എന്താണ് അത് കഴിച്ചിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, അവരോട് പറഞ്ഞു കൊടുക്കാം. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കഴിക്കരുത്. അതേപോലെ ഞാവൽപ്പഴം ഒത്തിരി ഉണ്ടാവുന്ന സീസൺ ആണ് അല്ലെ, നമുക്കൊക്കെ അറിയാം. വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ഒരു നല്ല ടൈമാണ്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ കുട്ടികളോട് പറയാം, ഇതും കൂടി ശ്രദ്ധിക്കണം. എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും കിളികൾ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് നമ്മൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത് എന്ന് കുട്ടികളോട് വാൺ ചെയ്യാം. ഓക്കെ, ഇനി അനിമൽസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഫിലാറിയാസിസ്, ടൈഫോയിഡ്, മലേറിയ, കോളറ, ഫ്രഞ്ച് ഫീവർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ എന്തും കൂടി വരുന്നുണ്ട്, ഫ്രഞ്ച് ഫീവർ വരുന്നുണ്ട്. സിംറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ജീവിയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഫിലാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താടാ ഫൈലാരിസിസ്, ഏത് അസുഖം? മന്ത്. അപ്പൊ ടൈഫോയിഡ് എന്ന് മലയാളം മീനിങ് ഇല്ല, ടൈഫോയിഡ് എന്ന് തന്നെയാ പറയുന്നത്. നമുക്ക് ടൈഫോയിഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കൂ കേട്ടോ. ഇനി അടുത്തതാണ് ഡ്രിങ്ക് ലൈക്ക് വാട്ടർ സോർബറ്റ് ആൻഡ് സോർബറ്റ്. ഇത് നമ്മള് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്കൊക്കെ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കൂലേ? അങ്ങനെ വെള്ളം എപ്പോഴും വാങ്ങിച്ചൊന്നും കൊടുക്കരുത്. വാങ്ങിച്ചു കൊടുക്കരുതെന്നേ പറയുള്ളൂ, എപ്പോഴും അല്ല. വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. കാരണം ഈ വെള്ളത്തിൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ശുദ്ധജലമാണെന്ന് തോന്നും, പക്ഷെ ഈ വെള്ളം ചിലപ്പോൾ മലിനജലമായിരിക്കും. അതേപോലെ സോർബറ്റ് എന്നൊക്കെ പറയുന്നത് സർബത്തൊക്കെയാണ്. ചിലപ്പോൾ നമ്മള് സർബത്തായിരിക്കും കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത്ര കെയർഫുൾ ആയിട്ടായിരിക്കില്ല പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുവഴിയും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നല്ല മാർക്കറ്റിന്റെ ഒക്കെ സൈഡില് ചായയും കോഫിയൊക്കെ വിൽക്കണ കണ്ടിട്ടുണ്ടോ? ഭയങ്കര പൊടിയായിരിക്കും. അപ്പൊ അവര് ഗ്ലാസ് ഒക്കെ കഴുകുന്നത് അത്രയും മലിനമായ വെള്ളത്തിലായിരിക്കും ഒരു ഗ്ലാസ് കഴുകുന്നത്. എനിക്കൊന്നും കുടിക്കാനേ ഇഷ്ടമല്ല.
വെച്ചാല് ഒരു എന്താ പറയാ ഈ ഭയങ്കര ഈച്ചയൊക്കെ വന്നിരിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഒരു കാരണവശാലും അവിടെ നിന്ന് ഭക്ഷണമോ വെള്ളമോ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കരുത്. മാക്സിമം പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് വെള്ളം എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. നമ്മൾ കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കാം. ഇനി എന്തെങ്കിലും അവർക്ക് വേണമെന്ന് പറയാൻ, ഇപ്പൊ സർബത്ത് വേണമെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അല്ല ജ്യൂസോ മാംഗോ ജ്യൂസോ അവര് പറയും ജ്യൂസ് വേണം ഇന്നത് വേണമെന്നൊക്കെ, മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. കാരണം ഇപ്പോ മാംഗോ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ടി ഒക്കെ ഓർമ്മയിൽ വരൂലേ, ഫ്രൂട്ടി അങ്ങനത്തെ കാര്യങ്ങള്. എന്റെ അഭിപ്രായത്തിൽ അതൊന്നും കൊടുക്കാതിരിക്കുക, അതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാതിരിക്കുകയാണ് നല്ലത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് ഷുഗറും അതേപോലെ ശരിക്കും അതിൽ മാടെ അല്ലെങ്കിൽ മാംഗോന്റെ ഒരു എസൻസും ഇല്ല, വെറുതെ കുറെ എന്താ പറയാ കെമിക്കൽസും അതേപോലെ തന്നെ ഫ്ലേവർ ഒക്കെ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന എന്താ പറയാ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ മായും ഫ്രൂട്ടിയും ഒക്കെ. മാക്സിമം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം. അതേപോലെ പുറത്ത് പോകുമ്പോൾ ടീയോ കോഫിയോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക, കാരണം അതിലൊക്കെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, പൊടിപടലങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കോളറ, ഡിസെൻട്രി ഒക്കെ വരാനുള്ള, ലൂസ് മോഷൻ, ഫീവർ, ടൈഫോയിഡ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കിയിരുന്നത് in the market tea, coffee, sorbet are sold in the open. നമുക്കറിയാം മാർക്കറ്റിൽ പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ കോഫിയും അതേപോലെ തന്നെ സോർബറ്റ്, സർബത്ത്, ചായ ഒക്കെ എങ്ങനെയാ വിൽക്കുന്നത്, ഓപ്പൺ ആയിട്ടാ വിൽക്കുന്നത്, തുറന്നാണ് കൊടുക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഗ്ലാസ്, വാട്ടറൊക്കെ അത്രയും നല്ലതാവണമെന്നില്ല. These are contaminated by dust and dirt particles. ഇതിലൊക്കെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്, പൊടിപടലങ്ങൾ വരാനും അതേപോലെ തന്നെ ഡേർട്ട് പാർട്ടിക്കിൾസ്, അഴുക്കുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉള്ളതാണ് നമ്മൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരും, ഡിസെൻട്രി എന്ന് പറയുന്നത് ലൂസ് മോഷൻ ഉണ്ടല്ലോ, ലൂസ് മോഷന് വേറൊരു പേരാണ് ഡിസെൻട്രി. ഡിസെൻട്രിയുടെ മെയിൻ സിംറ്റം ലൂസ് മോഷൻ ആണ്. കോളറ അറിയാലോ, ഫീവർ, നമുക്ക് ഫീവർ വരാനുള്ള ചാൻസ് ഉണ്ട്, ടൈഫോയിഡ്. ഓക്കെ, എക്സെട്ര ആർ ദ ഡിസീസ് വിച്ച് സ്പ്രെഡ് ത്രൂ ദ മീഡിയം. ഈ മീഡിയം വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. ഇനി ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്, നമ്മൾക്ക് അഴുക്കുള്ള കൈയും. നമുക്കറിയാം കുട്ടികള് എപ്പോഴും എങ്ങനെയാണ്, അവര് കൈകള് ശ്രദ്ധിക്കാറുണ്ടോ, ഇല്ലാലോ. അവര് പുറത്തൊക്കെ പോയി കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൈ നിറച്ചഴുക്കായിരിക്കും, കൈമേയും കാലുമൊക്കെ കാണണം, ഭയങ്കര അഴുക്കായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അവരോട് പറയാ നല്ല രീതിയിൽ കൈ വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മള് വീട്ടിനകത്തേക്ക് വരാൻ. അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ പ്ലേ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ക്ലാസ് റൂമിലേക്ക് വരാമെന്ന് നമ്മൾ എന്ത് ചെയ്യാം, അവരോട് പറഞ്ഞു കൊടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ഈ കയ്യിലുള്ള ഈ അണുക്കൾ അല്ലെങ്കിൽ അഴുക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പോവുകയും നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോ കൈ നല്ല രീതിയിൽ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ കാലെങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ഓരോ ട്രെയിനിങ് പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. Dirty hands and feet. Children should be trained to wash their hands and feet constantly, especially after any travel or sports. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി വന്നാൽ കൈ നന്നായിട്ട് കഴുകണം. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞ് വന്നാലും കൈയും കാലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. നമ്മളിപ്പോ ട്രാവലൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതം പോലെ തോന്നും, ആ പുറത്ത് പോയി വന്നാൽ അപ്പൊ തന്നെ കൈ വാഷ് ചെയ്യണോ. നമ്മൾ കൊറോണയുടെ സമയത്ത് അങ്ങനെ വാഷ് ഒക്കെ ചെയ്തിട്ടില്ലേ, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. പുറത്ത് പോയി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് സോപ്പൊക്കെ ഇട്ട്. ഞാൻ കൊറോണ ടൈം പറയാൻ കാരണം ആ സമയത്ത് കൊറോണയുടെ സമയത്ത് എനിക്ക് മോളുണ്ട്, കുഞ്ഞിതാണ്. അപ്പൊ ഞാൻ പുറത്ത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് തന്നെ കൈ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വാഷ് ഒക്കെ ചെയ്ത് കൈയൊക്കെ കഴുകിയിട്ടായിരിക്കും അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറി വീണ്ടും ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് വീണ്ടും കഴുകും, എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ടൊക്കെ ആയിരുന്നു കുട്ടിയുടെ അടുത്തേക്ക് വന്നിരുന്നത്. കാരണം നമ്മളായിട്ട് ഇൻഫെക്ഷൻസ് ഒന്നും കുട്ടികളെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല, കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാനേ പാടില്ല. പക്ഷെ ഞാൻ പോവുകയാണെങ്കിൽ തന്നെ ഇത്രയും കെയർഫുൾ ആയിട്ടായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ കൊറോണ ഒക്കെ മാറി ലോക്ക്ഡൌൺ ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെയായി അല്ലേ. നമ്മളിപ്പോ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ടാണോ വീടിന്റെ അകത്തോട്ട് കയറുന്നത്, അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം നല്ല ശീലങ്ങളായിരുന്നു.
അല്ലെ? കുറച്ചൊക്കെ നല്ല ശീലങ്ങളായിരുന്നു. കൊറോണ വന്നപ്പോൾ നമ്മൾ കുറെ വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ശീലങ്ങൾ നല്ലതായിരുന്നു. മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ല ശീലമായിരുന്നു. കാരണം പൊടിപടലങ്ങൾ അധികം അകത്തേക്ക് പോകുന്നില്ല. കൊറോണയുടെ സമയത്ത് കൊറോണ അല്ലാതെ ചുമയും ജലദോഷമോ പനിയോ വന്നിട്ടുണ്ടായിരുന്നോ ആർക്കെങ്കിലും? വരെയാണെങ്കിൽ കൊറോണയാണ്, അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ ജലദോഷം കഫ് അങ്ങനെ വന്നിട്ട് കുറവായിരുന്നു ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അസുഖങ്ങൾ കുറവായിരുന്നു. അപ്പോ അതെന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും ഈ പൊടി നമ്മൾ അത്രയും മാസ്ക് വെക്കുമ്പോൾ നമുക്ക് അത്രയും പൊടിയും അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നില്ല. അപ്പോ നമുക്ക് അത്രയും ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ സമയങ്ങളിൽ വേറെ അസുഖങ്ങളൊന്നും കൂടുതലായിട്ട് വരാന്. ഓക്കെ, dirty hands and feet നോക്കാം. Dirty hands and feet. The children should be trained to wash their hands and feet constantly, especially after any travel or sports. അപ്പൊ കുട്ടികള് കൈയും കാലും നല്ല രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് പഠിക്കണം. പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴും അതേപോലെ തന്നെ കളിക്കാനൊക്കെ പോയി വന്നിട്ട്. There are thousands of germs in the soil. നമ്മുടെ ഈ മണ്ണില് ഒരുപാട് ജേംസ് ഉണ്ട്. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ജേംസ് എവിടെയുണ്ട്? ഈ സോയിലുണ്ട്. ആഫ്റ്റർ പ്ലേയിങ് വിത്ത് സോയിൽ, ചിൽഡ്രൻസ് മേ ടേക്ക് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ദെയർ ഹാൻഡ്സ് പ്രോപ്പർലി. കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ the germs get into the body ആൻഡ് ബ്രിങ് ഡിസീസ്. അങ്ങനെ ഭക്ഷണത്തിന്റെ ഒപ്പം തന്നെ ഈ അണുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? നമ്മളുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ ഡിസീസ് ആണ് ഡേർട്ടി ഹാൻഡ്സും ഫീറ്റ്സും മൂലം വരുന്നതെന്നാണ് ഇനി പറയുന്നത്. ഡിസീസ് ലൈക്ക് പോളിയോ, dysentery, tetanus, etc. are transmitted this way. Okay, ഞാൻ ഒന്നുകൂടി പറയാം. ഈ പോളിയോ എന്ന് പറയുന്നത് ഇപ്പോ നമ്മളുടെ ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ കുറെ നാളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡിസെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലൂസ് മോഷൻ പോലത്തെ ഒരു അസുഖമാണ്. ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആണിയോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ട് കാലുമൊക്കെ ചെറിയ മുറിവുണ്ടെങ്കിൽ നമ്മൾ തീറ്റിയെടുക്കില്ലേ? പോയിസണോ? തീറ്റി എടുക്കാറുണ്ട്. അപ്പൊ തീറ്റി എടുക്കുന്നത് ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് അസുഖം? ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റി എടുക്കുന്നത്. ഓക്കെ, ഞാൻ ടെറ്റനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കൊറോണയുടെ ഒക്കെ സമയമായിപ്പോയി. എനിക്ക് നേരിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടൻ ഈ പശുവിന്റെ ഒക്കെ ഇതായിരുന്നു, പശുവിനെ നോക്കാം ഇതൊക്കെയായിരുന്നു. അപ്പൊ ആ ചേട്ടൻ എപ്പോഴും സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് പാലൊക്കെ കൊടുക്കും. കൊറോണ സമയത്ത് നമ്മൾ എന്താ പറയാ, അടുത്തുള്ള ആൾക്കാരായിട്ട് പോലും കോണ്ടാക്ട് ഇല്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ചേട്ടന്റെ വീടൊക്കെ, പക്ഷെ കോണ്ടാക്ട് ഇല്ല. ഈ ചേട്ടനെ കുറെ നാളായിട്ട് കണ്ടില്ല. കൊറോണ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോയപ്പോ ഈ ചേട്ടന്റെ കാല് മുറിച്ച് കളഞ്ഞു, കളത്തിൽ കാല് മുറിച്ച് കളഞ്ഞ് കണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പെട്ടെന്നായിരുന്നല്ലോ കാല് മുറിച്ച് കളഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറ്റിയതാണെന്ന് ചോദിക്കും. കാരണം ഇത്രയും നാളൊരു പ്രശ്നമില്ലാത്ത ഒരാള് പെട്ടെന്നാണ് എന്ത് ചെയ്തത്? കാല് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നത്. സോ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന്. അപ്പൊ പറഞ്ഞു, മോളെ കാലുമ്മ ചെറിയൊരു കുപ്പിച്ചില് കയറിയതാണ്. ഞാൻ തൊഴുത്ത് വൃത്തിയാക്കുന്ന സമയത്താണ് ഈ കുപ്പിച്ചില് കയറിയത്. ഞാൻ അധികം കാര്യമാക്കി എടുത്തില്ല. ഞാൻ തൊഴുത്ത് വൃത്തിയാക്കി കുപ്പിച്ചിലെടുത്ത് കളയുകയും ചെയ്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, തീറ്റി എടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇല്ല മോളെ, കൊറോണ ആയിരുന്നില്ലേ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പേടിയായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, അല്ലെ? നമുക്ക് അസുഖം വരുമോന്നുള്ള പേടി കൊണ്ട് ആ ചേട്ടൻ എന്ത് ചെയ്തില്ല, പോയില്ല, തീറ്റി എടുത്തില്ല. അന്ന് പോലും തീറ്റി എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് ഡോക്ടർ ഞാൻ ചെന്നപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഈ എന്താ പറയാ, ഈ മുറിവിലൂടെ ടെറ്റനസിന്റെ ജേംസ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കയറാം, കാലുമേ കൂടി കയറി ആ കാല് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരികയും ചെയ്തു. അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല ഈ ജേംസ് എല്ലാം. അപ്പൊ ഇത് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? മണ്ണിലുണ്ട്. മണ്ണിൽ കൂടെ നമ്മള് മുറിവൊക്കെ ഉള്ള കാലുകൊണ്ട് നടക്കുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികളാവുമ്പോൾ നമുക്കറിയാം, കാലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കില്ല. ഫുട്ബോളൊക്കെ കളിക്കുകയാണെങ്കിൽ അവരെ പൊട്ടിയ കാല് അതൊന്നും ശ്രദ്ധിക്കാണ്ടായിരിക്കും അവർ ചെയ്യുന്നത്, കളിക്കാനൊക്കെ പോകുന്നത്. നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് നല്ല രീതിയിൽ ബാൻഡേജ് ഒക്കെ ചെയ്തിട്ട് വേണം കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടി. ഓക്കെ,
നമ്മളാണ് കുറച്ചും കൂടി കെയർ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് എന്ന നിലയിലും അതേപോലെ പാരന്റ്സും എന്ന നിലയിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും ഈ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്തേ. കോമൺ ചൈൽഡ് ഡിസീസ് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്തേ. ഫസ്റ്റ് പേജ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. റീഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്പിടാട്ടോ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി റീഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ കോമൺ ആയിട്ട് കുട്ടികളിൽ വരുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ. ഓക്കെ, അപ്പോ ആദ്യം വരുന്നത് വൂഫിംഗ് കഫ് ആണ്. വൂഫിംഗ് കഫ്. ഓക്കെ, വൂഫിംഗ് കഫ്. നമ്മള് മലയാളത്തിൽ വൂഫിംഗ് കഫിന് വില്ലൻ ചുമ എന്ന് പറയും. എന്ത് പറയും? വില്ലൻ ചുമ. ഓക്കെ, നിങ്ങള് പറഞ്ഞു നോക്കിയാൽ മതി വൂഫിംഗ് കഫ്. വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേരാണ് പെർട്ടുസിസ്. സ്പെല്ലിംഗ് ഞാൻ അയക്കാം. PERTUSIS. പെർട്ടുസിസ്. എന്താണ്? പെർട്ടുസിസ്. പെർട്ടുസിസ് എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. ഹൈലി ബാക്ടീരിയൽ ഡിസീസ് ആണ്. ചില ഹൈലി കണ്ടേജിയസ് ബാക്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയ ആണ് എന്ത് വരുത്തുന്നത്? വൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്നത്. ഏത് ബാക്ടീരിയ ആണ് ഇത് കോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോസ്ഡ് ബൈ ബാക്ടീരിയയുടെ പേരാ പറയുന്നത് റോഡെൽറ്റ പെർട്ടുസിസ് എന്നാണ് പേര്. ഞാൻ സ്പെല്ലിംഗ് പറയാം. BORDELTA. പെർട്ടുസിസ്. PERTUSIS. അതുകൊണ്ടാണ് നമ്മൾ വൂഫിംഗ് കഫിനെ പെർട്ടുസിസ് എന്നും കൂടി പറയുന്നത്. സ്പെല്ലിംഗ് ഒന്നുകൂടി പറയാം മാം. BOR. ബി ആണോ പി ആണോ? എന്താണ്? ബി ആണോ പി ആണോ? തിരിയുന്നില്ല. BB. എടാ സ്പെല്ലിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കാണുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അതൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. B ആണേ. നമ്മൾ ഈ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവണമെന്നില്ല. ഒന്ന് നോക്കുക കേട്ടോ.
അപ്പോ ഇത് വൂഫിംഗ് കഫിന്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് വില്ലൻ ചുമ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പെർട്ടുസിസ് എന്നൊരു പേരും കൂടി ഉണ്ട്. റൊഡൽറ്റ പെർട്ടുസിസ് എന്നാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് ആണ്. അപ്പൊ നമുക്കറിയുന്നൂടെ വൂഫിംഗ് കഫ്, വില്ലൻ ചുമ എന്താണെന്ന് അറിഞ്ഞൂടെ, പക്ഷെ നമുക്കൊക്കെ വന്നു പോയിട്ടൊക്കെ ഉണ്ടാവും. 100 days of കഫ് എന്നും കൂടി പേരുണ്ട്. എന്താണ്? വേറൊരു പേരാണ് 100 days of കഫ്. കുട്ടികളില് ഈ അസുഖം വന്നു കഴിഞ്ഞാല് 100 ദിവസം വരെയും ഈ കഫ് ഉണ്ടാകും, ഈ ചുമ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? 100 days of കഫ് എന്നും പറയുന്നു. കഫ് ഓഫ് 100 days, കഫ് ഓഫ് 100 days. അപ്പൊ 3-4 പേര് കിട്ടിയിട്ടുണ്ട്. പെർട്ടുസിസ്, 100 days of കഫ്, കഫ് ഓഫ് 100 days. ഓക്കെ, നമുക്ക് നോട്ട്സ് ഉണ്ടോ? എന്താണ്? നോട്ട്സ് ഉണ്ടോ? ലെക്ചർ നോട്ട്സ് ആണോ മോൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണോ? ലെക്ചർ നോട്ട്സ്. ലെക്ചർ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് പറയുന്നതിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിന് ലെക്ചർ നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്, കാരണം പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, വൂഫിംഗ് കഫ് എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ അസുഖത്തിന്റെ പേര് പെർട്ടുസിസ് എന്ന് പറയും. 100 days of കഫ് എന്ന് പറയുന്നു. കഫ് ഓഫ് 100 days എന്ന് പറയുന്നു. മലയാളത്തിൽ നമ്മൾ അതിനെ വില്ലൻ ചുമ എന്ന് പറയുന്നു. ഈ ചുമ വന്നിട്ട് ഈ വില്ലൻ ചുമ വന്നു കഴിഞ്ഞാൽ 100 ദിവസം വരെ നീണ്ടു നിൽക്കും. 100 ദിവസം വരെ നമുക്ക് മാറാണ്ട് ചുമ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചുമ വന്ന് 3 മാസം വരെ നമുക്ക് ആ ചുമ ഉണ്ടെങ്കിൽ അതെന്താവാനുള്ള ചാൻസ് ഉണ്ട്? വൂഫിംഗ് കഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3 മാസം, 100 ദിവസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് നോർമലി അത് മാറും, ആ ഇൻഫെക്ഷൻ കുറയും. ഓക്കെ, പക്ഷേ മുതിർന്നവരിൽ വരുന്ന അത്ര സീരിയസ് അല്ല, കുഴപ്പമൊന്നുമില്ലത്. നമ്മൾ നോർമലി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ എന്താ പറയാ, കുട്ടികളിലാണ് അത് വരുന്നതെങ്കിൽ അവർക്ക് ഇങ്ങനെ ചുമച്ച് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരും. ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാനും, കുട്ടികളിൽ വരാണെങ്കിൽ അത് മരണം വരെ സംഭവിക്കാൻ, ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് കഫ് ചെയ്തിട്ട് നമുക്ക് ഒട്ടും പറ്റാത്ത രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് എന്ത്, വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. ഈസിലി സ്പ്രെഡും ആകും. ഈ വൂഫിംഗ് കഫ് പെട്ടെന്ന് സ്പ്രെഡ് ആകും. ഇപ്പൊ ഒരാൾ ചുമയ്ക്കുമ്പോൾ ആ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ എയറിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ എയർ ശ്വസിക്കുന്ന ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറഞ്ഞുള്ള ആളെ ആദ്യം അഫക്ട് ചെയ്യും. നെക്സ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഈ വൂഫിംഗ് കഫ് എന്താവും, വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിസ്സാരം അസുഖമാണെന്ന് വിചാരിക്കുന്ന ഈ വൂഫിംഗ് കഫ് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികളിലാണ് മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, മുതിർന്നവരിൽ വരാണെങ്കിൽ നമുക്ക് ചുമയ്ക്കാനുള്ള ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ചുമ മാറിപ്പോകും. പക്ഷെ കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവാണ്. അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരാനും മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കുട്ടികളിൽ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം അത് മാറ്റിക്കളയണം എന്ന് പറയുന്നത്. അധികം നാളത് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അങ്ങനെ ചുമ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസും ഭയങ്കര റിസ്ക് ആണ്. നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാല എന്തൊക്കെയാണ് വൂഫിംഗ് കഫിന്റെ മറ്റ് നെയിമുകൾ, അതേപോലെ ഏത് ബാക്ടീരിയ ആണ് വൂഫിംഗ് കഫ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. It affects the children below 5 years of age. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതെങ്കിൽ നോൺ സ്റ്റോപ്പ് കഫ് causes difficulty in breathing. ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽറ്റീസ് കൊണ്ടുവരാനുള്ള കാരണമാവും. വീക്ക് ആക്കും, ആ കുട്ടീനെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കാനായിട്ട് കാരണമാവും. ആൻഡ് വോമിറ്റിംഗ് മേ occurs. കേട്ടോ, ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്?
മാം മാം വൂപ്പിംഗ് കഫിന്റെ 3 പേര് പറഞ്ഞില്ലേ? അതിലൊന്നും വൂപ്പിംഗ് കഫ്, പിന്നെ പെർപോസിൽസ്, പിന്നെ മൂന്നാമത് പറഞ്ഞത് തിരിഞ്ഞില്ല മാം. 100 days of cough. അതുകൂടാണ്ട് അതിന് കോസ്റ്റ് ബൈ ഏത് ബാക്ടീരിയ എന്ന് പറഞ്ഞില്ലേ മാം? അതൊന്ന് പറയോ? 100 days of cough and cough of 100 days. Rhodalta pertussis. എടാ മോൻ ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ നമുക്ക് കാണുന്നുണ്ട്, അതിനകത്ത് അത് കൊടുത്തിട്ടില്ല മാം. ഏത് കൊടുത്തിട്ടില്ല? ടെസ്റ്റിൽ അത് കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ ഈ പേരുകളെ വൂപ്പിംഗ് കഫിന്റെ വേറെ പേരുകൾ. ടെസ്റ്റ് അല്ലടാ, ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുന്നല്ലോ. മെസ്സേജ് കാണുന്നുണ്ടോ? ഇല്ല, ടൈപ്പ് ചെയ്യുന്ന ഞാൻ കാണുന്നില്ല. ആ മെസ്സേജ് കാണാൻ പറ്റില്ല നിങ്ങക്ക്? ഇപ്പൊ കാണാം. അമ്മ മാം വന്നായിരുന്നു, പക്ഷെ അത് മാഞ്ഞുപോയി. അത് ടച്ച് ചെയ്താ മെസ്സേജ് എടുക്കാൻ പറ്റുമോടാ? അത് പറഞ്ഞോടത്തെ മെസ്സേജ് എങ്ങനെ എടുക്കണേന്ന് ആരെങ്കിലും ഒരാള് കാണാൻ പറ്റും. ഞാൻ വിചാരിച്ചു കാണാൻ പറ്റും. താഴത്തെ സ്മൈലിയുടെ ഇപ്പുറത്ത് 3 ഡോട്ടില്ലേ, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോ ഇന്നെ കോൾ മെസ്സേജസ് എന്ന് പറഞ്ഞ് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് മെസ്സേജസ്. കണ്ടു. ഓക്കെ, അപ്പൊ എല്ലാവരും മെസ്സേജസ് അയക്കുമ്പോ അത് നോക്കാട്ടാ. നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കുക അതിലൂടെ. ഓക്കെ ഓക്കെ, കാരണം ഇനി ക്ലാസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ മെസ്സേജസ്, ടെസ്റ്റ് മെസ്സേജുകൾ അയക്കാറുണ്ട് കുട്ടികൾ. അത് നോക്കിയാൽ മതി. അപ്പൊ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് it affects the children below 5 years of age. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതെങ്കിൽ നോൺ സ്റ്റോപ്പ് കഫ് കോസസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വീക്ക് ആക്കും, പെട്ടെന്നായിരിക്കും കുട്ടി വീക്ക് ആവുന്നത്. അതേപോലെ വോമിറ്റിംഗ് മേക്കേഴ്സ്, ചുമച്ച് വോമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷൻ ഇത് ഭയങ്കരമായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. ഹെൻസ് ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്. ഇങ്ങനൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ചുമയായിട്ട് നമുക്ക് തോന്നുകയാണ് അത് വൂപ്പിംഗ് കഫ് ആണോ എന്നൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടീനെ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ ചെയ്യണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുത്തണം. നമുക്കറിയാം, ഐസൊലേറ്റ് ചെയ്യാം. നമ്മൾ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഐസൊലേറ്റ് ചെയ്യാം. മറ്റു കുട്ടികൾക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. ആ കുട്ടീനെ മാറ്റി അവരുടെ പാരന്റ്സിനോട് വിളിച്ച് പറയാം, ഈ കുട്ടിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമയുണ്ട്, അവർക്ക് ശ്വാസം കിട്ടാത്ത പോലെയാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഞങ്ങൾ കൊണ്ടുപോകണോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കൊണ്ടുപോകണോ എന്ന് നമ്മൾ ചോദിക്കും. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ അപ്പൊ ഇതാണ് എന്താ വൂപ്പിംഗ് കഫ്. ഒന്നും കൂടി റൗണ്ട് ചെയ്ത് പറയാം. ഒരു വില്ലൻ ചുമ എന്നാ പറയുന്ന ഈ അസുഖത്തെ മലയാളത്തില് പെർട്ടുസിസ്, റോഡെല്ല പെർട്ടുസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. 100 days of കഫ് എന്നും കഫ് ഓഫ് 100 days എന്നും പറയുന്നുണ്ട്. വില്ലൻ ചുമ വരാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ വരുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് ഒരാൾക്ക് വൂപ്പിംഗ് കഫ് ഉണ്ട്. അയാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സ് മുഖേനയാണ് മറ്റുള്ളവർക്ക് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. കുട്ടികളിലാണ് ഇത് വരുന്നതെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് വൂപ്പിംഗ് കഫ്. അത് മരണം വരെ സംഭവിക്കാന്ന് വെച്ചാൽ ചുമച്ച് ശ്വാസം കിട്ടാതെ അവർക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തി അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? കുട്ടീനെ ഷെഡ്യൂൾ ചെയ്യുക, ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് വേഗം നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പാരന്റ്സിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയുമാണ് വേണ്ടത്. ഇനി അടുത്തൊരു അസുഖമാണ് ഡിഫ്തീരിയ. ഓക്കെ, കേട്ടിട്ടുണ്ടാവില്ല. ഡിഫ്തീരിയ ചിലപ്പോ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും. അതന്നെ, ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മളുടെ തോട്ടിനെയും വിങ് പൈപ്പിനെയും അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ്. എന്ത്? ഡിഫ്തീരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണുന്നത് പോലെ ഒരു വെള്ള കളറുള്ള ഒരു പാട പോലെ ഒരു സാധനം, വെള്ള കളറിലൊരു വെള്ള കളറുള്ള പാട് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരും. ആദ്യം ചെറുതായിട്ടായിരിക്കും നമുക്ക് വരുന്നത്, പിന്നെ അത് ഗ്രോ ചെയ്ത് സൈസ് കൂടി നമുക്ക് ഒട്ടും ഭക്ഷണം ഇറക്കാൻ പറ്റാതെ ആകും.
അതേപോലെ തന്നെ എന്താ പറയാ, നമുക്ക് വെള്ളം ഇറക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് എന്തായിരിക്കും, ഒട്ടും പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവരും. പിന്നെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. അപ്പൊ കുട്ടികളെയാണ് മെയിൻ ആയിട്ട് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ എന്ന് പറയുന്നത് കില്ലർ ഡിസീസിനും കൂടി വേറൊരു പേരുണ്ട്. ഇതിന് ഡിഫ്തീരിയക്ക് എന്താണ് പേര്? കില്ലർ ഡിസീസ്. കാരണം 1950 കാലഘട്ടത്തില് ഡിഫ്തീരിയ വന്ന് ഒരുപാട് ആൾക്കാർ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. ട്രീറ്റ്മെന്റ് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വാക്സിൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡിഫ്തീരിയക്ക് അത്രയും ആൾക്കാർ മരണം സംഭവിക്കുന്നതായിട്ട് വന്നു. ഇപ്പൊ പക്ഷെ ഡിഫ്തീരിയക്കൊക്കെ നമ്മൾ എന്തെടുക്കുന്നുണ്ട്, ഡിഫ്തീരിയ ആവട്ടെ പെർട്ടുസിസിനൊക്കെ വാക്സിൻ അവൈലബിൾ ആണ്. നമ്മൾ കുട്ടികൾ 1.5 മാസം മുതൽ വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ഡിഫ്തീരിയയുടെ മലയാളം നാമം അല്ലെങ്കിൽ പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം മീനിങ് എന്ന് വെച്ചാൽ തൊണ്ടമുള്ള എന്നൊക്കെ ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ തൊണ്ടേനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഡിഫ്തീരിയക്ക് മെയിൻ ആയിട്ട് മലയാളം പേരില്ലടാ. ഓക്കെ, ഇനി എന്താണ് ജപ്പാൻ ജ്വരം എന്ന് പറയണത് ഡിഫ്തീരിയക്കാണോ? ജപ്പാൻ ജ്വരം അല്ലാലോ. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. നോക്കിയിട്ട് പറയാട്ടോ എടാ, കാരണം എനിക്ക് കൺഫേം അല്ലാണ്ട് പറയാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഡിഫ്തീരിയ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയ മൂലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ. 6 ടൈപ്പ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് കേട്ടോ. എഴുതിയെടുത്തോ. CORINEBACTERIUM ഡിഫ്തീരിയ. ബാക്ടീരിയം ഡിഫ്തീരിയ. അത് നോക്കിയെടുക്കണോ കേട്ടാ, മെസ്സേജ് നോക്കിയിട്ട് എഴുതിയെടുക്കണേ. അപ്പോ ഇതേപോലെ തോട്ടില് ഒരു വെള്ള കളറിലൊരു മെമ്പറായി ഗ്രോ ചെയ്യും. ഈ കുറച്ച് ടൈം കഴിയുമ്പോൾ ഈ ഒരു മെമ്പറൈനിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള എന്താ പറയാ, ടോക്സിക് എന്ന് വെച്ചാൽ പോയിസൺസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരും. അങ്ങനെ ആ ബോഡിയിൽ ബാക്കിയുള്ള ഓർഗൻസിനെയൊക്കെ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ്. അപ്പൊ ഈ അസുഖം ആദ്യം തന്നെ നമ്മളിപ്പോ കുട്ടികൾ തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ ഇവിടെ വേദന എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. തൊണ്ടവേദന അല്ലേ, അത് എല്ലാവർക്കും വരുന്നല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരം എന്ന് വിചാരിച്ച് വിടരുത്. ഒന്ന് ടോർച്ച് അടിച്ചു നിന്ന് നോക്കാം, ഇന്ന് വെള്ള കളറുള്ള പാടുണ്ടോ അല്ലെങ്കിൽ ചുമന്നിട്ടുണ്ടോ, ഇൻഫെക്ഷൻ വല്ലതുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. ഇത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഏത് ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ, ഉമിനീര് വഴി സ്പ്രെഡ് ആക്കും. ഒരാൾ കുടിച്ച് വെള്ളം കുടിച്ചിട്ട് ഡിഫ്തീരിയ ഉള്ള ഒരാൾ കുടിച്ച ഗ്ലാസ് തന്നെ മറ്റൊരാൾ കുടിക്കുകയാണെങ്കിൽ അയാൾക്കും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. തോട്ട് പെയിൻ ഫസ്റ്റ് വരുന്ന സിംറ്റം. പിന്നെയാണ് ഇത് വെള്ള കളറിൽ പാട പോലെ ഇങ്ങനെ വലുതായി വരും. ദെൻ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫിക്കൽട്ടീസ് ബ്രീത്ത് ആയാലും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഇറക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ആ ഡിഫിക്കൽട്ടീസ് വരും. ദെൻ സംടൈംസ് ഇറ്റ് വിൽ സ്പ്രെഡ് ടു ഓൾ ദ പാർട്സ് ഓഫ് ദ ബോഡി. ഞാൻ പറയില്ലേ, അതിന്റെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ആ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള പാർട്സിലേക്ക് സ്പ്രെഡ് ചെയ്യാനും പെട്ടെന്ന് ചിലപ്പോ മേ ബി കോസ് ടു ഡെത്ത്, ഒരു മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മുമ്പ് ഈ അസുഖം വന്നിരുന്നെങ്കിൽ 5 മുതൽ 10% വരെ മരണ സാധ്യത ഉള്ള ഒരു അസുഖമാണ് ഏത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ പക്ഷേ കുറവാണ്, കാരണം നമ്മൾ ഇതിന് വാക്സിൻസ് എടുക്കുന്നുണ്ട്. അപ്പോ വന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ആന്റിബോഡീസ് ഉണ്ട് ഈ ഒരു അസുഖത്തിനെതിരെ. അത് അനുസരിച്ച് അവർ എന്ത് ചെയ്തോളൂ, റിയാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഡിഫ്തീരിയ എന്താണ്. ടെസ്റ്റിലേക്ക് വരാം കേട്ടോ.
ഡിഫ്തീരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ അസുഖമാണ് എന്ത്? ഡിഫ്തീരിയ. ദിസ് ഈസ് എ ഡിസീസ് ഓഫ് തോട്ട് ആൻഡ് തോട്ട് വിൻപൈപ്പ് ആൻഡ് ട്രക്കിയ. നമ്മുടെ തോട്ട് വിൻപൈപ്പ് ഉണ്ടല്ലോ, തോട്ട് വിൻപൈപ്പ് ഈ നമ്മളുടെ എന്താ പറയാ അന്നനാള അല്ല ഈ ഒരു സംഭവം തോട്ട് വിൻപൈപ്പ് ആൻഡ് ട്രക്കിയനെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖ, ശ്വാസനാളത്തിനെയും അതേപോലെ ട്രക്കിയ ആ ഒരു ഏരിയനെയും അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് എന്ത്? ഡിഫ്തീരിയ എന്ന് പറയുന്നത്. The symptoms are high temperature, difficulty in breathing. Symptoms എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ആയിരിക്കും, നല്ല പനിയായിരിക്കും, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. എ മെംബ്രെയിൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്, ഒരു വെള്ള കളറിൽ ഒരു പാട പോലെ ഒരു കാര്യം നമ്മുടെ തോട്ടിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് ദ മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ എ ഷോർട്ട് പീരീഡ്, നമ്മൾ ആ മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ല, ആ പറഞ്ഞ ടൈമിനുള്ളിൽ ഈ അസുഖം കണ്ടുപിടിച്ചു, എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ കൊടുക്കാത്ത പക്ഷം, മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ല, ആന്റിബയോട്ടിക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദ ചൈൽഡ് മേ ഡൈ ഓഫ് കോഫിംഗ്, വെച്ചാല് ആ കുട്ടിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാതെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് മേ അഫക്ട് അതർ ചിൽഡ്രൻസ് ഈസിലി. ഞാൻ പറഞ്ഞില്ലേ, ഡ്രോപ്ലെറ്റ്സ് ചുമക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ പോകുന്ന ഡ്രോപ്ലെറ്റ്സ് വഴി, ഉമിനീര് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖം കൂടിയാണ്. മറ്റു കുട്ടികളെയും ഇത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മറ്റു കുട്ടികളെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾക്കും ഇതേപോലെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത് ഈ അസുഖത്തിന് ആദ്യം മരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒത്തിരി ആൾക്കാർക്ക് വന്ന് മരണം സംഭവിച്ച ഒരു അസുഖമാണ് എന്ത്? കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള ഒരു 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട്. കാരണം അവർക്ക് ഈ തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയാനായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ അവർ തൊണ്ടവേദന ഒക്കെ പറയുന്നുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാം. വയറതേ പോലെ എന്തെങ്കിലും പാടുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സാധാരണ കളറിനേക്കാളും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു നമ്മുടെ വായ തുറക്കുമ്പോൾ ഒരു കളർ ഉണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വന്നിട്ടാണെങ്കിൽ റെഡ് കളറൊക്കെ പോലെ തോന്നുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ട്. ചുമയൊക്കെയുടെ സമയത്ത്, തോട്ട് ഇൻഫെക്ഷന്റെ ഒക്കെ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കളർ തോന്നാറുണ്ട്, അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ട്, ഡോക്ടറെ കാണിക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ആണ് വേണ്ടത്. ഓക്കെ, ഈ 2 അസുഖത്തെ കുറിച്ച് വായിച്ചു നോക്കുക. ഞാൻ തന്ന നോട്ട്സുകൾ ഒന്ന് നോക്കട്ടാ, വേഗം റീഡ് ചെയ്തേ എല്ലാവരും. ഞാൻ തന്ന നോട്ട്സുകൾ നോക്കുക, 2 അസുഖത്തെ കുറിച്ചും വായിക്കാം. എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇപ്പൊ 2 അസുഖങ്ങളും എന്തൊക്കെയാണ്? മൂവിംഗ് ഓഫ് ആവട്ടെ അല്ലെങ്കിൽ പെർലിസിസ് ആവട്ടെ, ഡിഫ്തീരിയ ആവട്ടെ, ഈ 2 അസുഖങ്ങളും വരാതിരിക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യേണ്ടത്. വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ അസുഖങ്ങൾ മൂഫിംഗ് കഫും ഡിഫ്തീരിയയും മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഈ മൂഫിംഗ് കഫും ഡിഫ്തീരിയയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിന്റെ പേരാണ് പെൻഡാവാലന്റ് വാക്സിൻ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പെൻഡാവാലന്റ് 5 അസുഖങ്ങളുള്ള മ്യൂട്ട് ആയിക്കോട്ടെ. ഒന്ന് പറയോ? പെൻഡാവാലന്റ് വാക്സിൻ 5 അസുഖങ്ങൾക്കുള്ള ഒറ്റൊരു വാക്സിൻ ആണ് ഏത്? ഞാൻ പറഞ്ഞ പെൻഡാവാലന്റ് വാക്സിൻ.
ചെറിയൊരു ആക്ടിവിറ്റി തരാണ്. ഏതൊക്കെയാണ് ഈ 5 അസുഖങ്ങൾ, പെൻറ്റാവാലന്റ് വാക്സിൻ എടുക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കിയിട്ട് വരാൻ പറ്റുമോ? നോക്കിയിട്ട് വരുമോ? ഓക്കെ. ഓക്കെ, എല്ലാവരും പെൻറ്റാവാലന്റ് വാക്സിൻ എന്താ പറയാ, പെൻറ്റാവാലന്റ് വാക്സിൻ എടുക്കുന്ന അസുഖങ്ങൾ ഡീറ്റെയിൽഡ് 5 അസുഖങ്ങളുണ്ട്. 5 അസുഖങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരണം. പേരുകൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, 1 minute. ഓക്കെ, ജസ്റ്റ് ഞാൻ സ്പെല്ലിങ് അയക്കാം. പെൻറ്റാവാലന്റിന്റെ സ്പെല്ലിങ് അയക്കാം. ഓക്കെ, PEN പെൻറ്റാവാലന്റ് 5 വാക്സിന്റെ കോമ്പിനേഷൻ ആണ് ഇത് ഈ പെൻറ്റാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഈ പെൻറ്റാവാലന്റ് വാക്സിൻസ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് എടുക്കുന്നത്, ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് വരണം. ഓക്കെ, ഓക്കെ അല്ലേ? ചെറിയ ആക്ടിവിറ്റി. എന്റെ നോട്ടിൽ ആ ഒരു പെൻറ്റാവാലന്റ് വാക്സിൻ എഴുതാം, 5 വാക്സിൻസിന്റെ പേര് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കി എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ട് പ്രെയർ ആര് പറയും, അതേപോലെ തന്നെ എന്താണ് സൈനിങ് ആരാ പറയുന്നത്, സൈൻ ഔട്ട് ആരാ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ.